ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രസിദ്ധവും ഗുണപാഠം നിറഞ്ഞതുമായ ഒരു കഥയാണ് 3 യാത്രികരും ഗുഹയും. നബി പറഞ്ഞു, പണ്ടുകാലത്ത് 3 ആളുകൾ ഒരു യാത്ര പോവുകയായിരുന്നു. യാത്രക്കിടയിൽ കനത്ത മഴ പെയ്തപ്പോൾ അവർ ഒരു ഗുഹയിൽ അഭയം തേടി. എന്നാൽ പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കൂറ്റൻ പാറക്കല്ലുരുണ്ടു വീണ് ഗുഹയുടെ വായ മൂടിപ്പോയി. ശക്തരായ ആ 3 പേർക്കും ആ പാറ നീക്കാൻ കഴിഞ്ഞില്ല. പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ലാതെ അവർ അവിടെ കുടുങ്ങി. മരണം മുന്നിൽ കണ്ട ആ നിമിഷം അവർ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ, സൽപ്രവൃത്തികൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. ഒന്നാമത്തെയാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് പാൽ കൊടുക്കാതെ എന്റെ കുട്ടികൾക്കോ മറ്റാർക്കെങ്കിലുമോ നൽകാറില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ദൂരെ പോയി വരുമ്പോൾ അവർ ഉറങ്ങിപ്പോയി. ഞാൻ ആ പാൽപാത്രവുമായി അവർ ഉണരുന്നതുവരെ കാത്തുനിന്നു. എന്റെ കുട്ടികൾ വിശന്ന് കരഞ്ഞിട്ടും ഞാൻ അവർക്ക് കൊടുത്തില്ല. അള്ളാഹുവേ, ഞാനിത് നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറയൊന്ന് നീക്കിത്തരണമേ. അപ്പോൾ പാറ അല്പം നീങ്ങി, എങ്കിലും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. രണ്ടാമത്തെയാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് എന്റെ ഒരു ബന്ധുവായ സ്ത്രീയോട് അതിയായ പ്രണയമുണ്ടായിരുന്നു. ഒരിക്കൽ അവൾ കടുത്ത ദാരിദ്ര്യത്തിലായപ്പോൾ സഹായത്തിനായി എന്റെ അടുത്ത് വന്നു. ആ അവസരം മുതലെടുത്ത് അവളെ തെറ്റായ കാര്യത്തിന് ഞാൻ പ്രേരിപ്പിച്ചു. എന്നാൽ അവസാന നിമിഷം അവൾ എന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചു. ആ നിമിഷം നിന്നെ പേടിച്ച് ഞാൻ അവൾക്ക് പണം നൽകുകയും അവളെ തൊടാതെ വിട്ടയക്കുകയും ചെയ്തു. അള്ളാഹുവേ, ഞാനിത് നിനക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഈ പാറ ഒന്നുകൂടി നീക്കിത്തരണമേ. അപ്പോൾ പാറ വീണ്ടും കുറച്ചുകൂടി നീങ്ങി. മൂന്നാമത്തെയാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ കുറെ തൊഴിലാളികളെ ജോലിക്ക് നിർത്തിയിരുന്നു. എല്ലാവർക്കും ശമ്പളം കൊടുത്തു. എന്നാൽ ഒരാൾ ശമ്പളം വാങ്ങാതെ പോയി. ഞാൻ ആ പണം ഉപയോഗിച്ച് കൃഷിയും കന്നുകാലി വളർത്തലും നടത്തി വലിയ സമ്പത്തുണ്ടാക്കി. വർഷങ്ങൾക്ക് ശേഷം അയാൾ വന്ന് കൂലി ചോദിച്ചപ്പോൾ അവിടെയുള്ള എല്ലാ ആടുകളെയും മാടുകളെയും ചൂണ്ടി അത് നിന്റേതാണെന്ന് ഞാൻ പറഞ്ഞു. അയാൾ അത് സന്തോഷത്തോടെ കൊണ്ടുപോയി. അള്ളാഹുവേ, ഇത് നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തതെങ്കിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഉടനെ ആ വലിയ പാറ പൂർണ്ണമായും നീങ്ങും.